ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്റ്റഡി വെൽ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് റിലേഷണൽ ഡാറ്റ മോഡൽ. ഇത് ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ വളരെ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് റിലേഷണൽ ഡാറ്റ മോഡൽ. നമുക്ക് വളരെ സിമ്പിളായി കുറച്ച് സമയം കൊണ്ട് കറക്റ്റായിട്ട് ഈ ഒരു ടോപ്പിക്ക് മനസ്സിലാക്കാം. അപ്പോൾ എന്താണ് റിലേഷണൽ ഡാറ്റ മോഡൽ എന്ന് മനസ്സിലാക്കുന്നതിന് മുന്നേ നമുക്ക് എന്താണ് ഡാറ്റ മോഡൽ എന്നുള്ളത് മനസ്സിലാക്കാം. A data model describes the structure of database. ഒരു ഡാറ്റ മോഡൽ ഡിസ്ക്രൈബ്സ് ദ സ്ട്രക്ചർ ഓഫ് ഡാറ്റാബേസിൻ്റെ സ്ട്രക്ചറിനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്, ഇൻക്ലൂഡിങ് ഹൗ ഡാറ്റ ആർ ഡിഫൈൻഡ് ആൻഡ് റെപ്രസെൻറ്റഡ്. എങ്ങനെയാണ് ഡാറ്റനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, എങ്ങനെയാണ് ഡാറ്റനെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്, റിലേഷൻഷിപ്സ് എമംഗ് ഡാറ്റ തമ്മിലുള്ള റിലേഷൻഷിപ്സ് എന്തൊക്കെയാണ്, ആൻഡ് ദ കൺസ്ട്രെയിൻസ് ഏതൊക്കെയാണ്. ഇത്രയും കാര്യങ്ങളാണ് ഒരു ഡാറ്റ മോഡൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. The most commonly used data model is relational data model. മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഡാറ്റ മോഡലാണ് റിലേഷണൽ ഡാറ്റ മോഡൽ. ഇൻ റിലേഷണൽ മോഡൽ ടാബിൾസ് ആർ കോൾഡ് റിലേഷൻസ്. റിലേഷണൽ ഡാറ്റ മോഡലിൽ ടാബിൾസ് ആണ് ഉണ്ടാവുക. ആ ടാബിൾസിന് റിലേഷൻസ് എന്നാണ് പറയുക. അത് സ്റ്റോർ ചെയ്യും, ഈ റിലേഷൻസ് സ്റ്റോർ ചെയ്യും ഡാറ്റ ഫോർ ഡിഫറെൻറ്റ് കോളംസ്. ഡിഫറെൻറ്റ് കോളംസിൽ ഈ ഡാറ്റനെ സ്റ്റോർ ചെയ്യും. Each table can have multiple columns where each column name should be unique. ഓരോ ടാബിൾസിനും മൾട്ടിപ്പിൾ കോളംസ് ഉണ്ടാവും. പക്ഷേങ്കിൽ ആ കോളംസിൻ്റെ നെയിം എന്തായിരിക്കും? യുണീക്ക് ആയിരിക്കും. മൾട്ടിപ്പിൾ കോളംസ് ഉണ്ടാവാം, പക്ഷേങ്കിൽ കോളം നെയിം എന്തായിരിക്കണം? യുണീക്ക് ആയിരിക്കണം. It is important to note here that relation in a database are not independent tables but are associated with each other. ഇവിടെ ഡാറ്റാബേസിലുള്ള റിലേഷൻസൊക്കെ എന്തായിരിക്കും? ഒന്നിൽ കൂടുതൽ റിലേഷൻസ് ഉണ്ടാവും, ഒന്നിൽ കൂടുതൽ ടാബിൾസ് ഉണ്ടാവും. അതാണ് റിലേഷൻസ്. അപ്പം ഒരു ഡാറ്റാബേസിൽ തന്നെ ഒന്നിൽ കൂടുതൽ ടാബിൾസ് ഓർ റിലേഷൻസ് ഉണ്ടാവും. ആ ടാബിൾസൊക്കെ എന്തായിരിക്കും? അസോസിയേറ്റഡ് ആയിരിക്കും. അവ എന്തായിരിക്കില്ല? ഇൻഡിപെൻഡൻറ്റ് ടാബിൾസ് ആയിരിക്കില്ല, അവയൊക്കെ അസോസിയേറ്റഡ് ആയിരിക്കും. ഇനി ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. റിലേഷണൽ ഡാറ്റ മോഡലിന് ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. സ്റ്റുഡൻറ്റ് അറ്റൻഡൻസ് ഡാറ്റാബേസ് എന്ന് പറയുന്നൊരു ഡാറ്റാബേസാണ് യൂസിങ് റിലേഷണൽ ഡാറ്റ മോഡൽ യൂസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റുഡൻറ്റ് അറ്റൻഡൻസ് എന്ന് പറയുന്ന ഡാറ്റാബേസാണിത്. അപ്പം ഇവിടെ 3 ടാബിൾസ് ഓർ റിലേഷൻസ് ഉണ്ട്. 3 ടാബിൾസിലും നമ്പർ ഓഫ് ആട്രിബ്യൂട്ട്സ് ഉണ്ട്. അപ്പം ഇതാണ് റിലേഷണൽ ഡാറ്റ മോഡലിനുള്ളൊരു എക്സാമ്പിളാണിത്. ഇനി അടുത്തത് കോമൺലി യൂസ്ഡ് ടെർമിനോളജീസ് ഇൻ റിലേഷണൽ ഡാറ്റ മോഡൽ ആർ. അപ്പം റിലേഷണൽ ഡാറ്റ മോഡൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് ടെർമിനോളജീസ് ഉണ്ട്. അവ ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ, ആട്രിബ്യൂട്ട്. അപ്പോൾ ആട്രിബ്യൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ദ കോളംസ് ഓഫ് എ റിലേഷൻ ആർ ദി ആട്രിബ്യൂട്ട്സ് വിച്ച് ആർ ഓൾസോ റെഫേർഡ് ടു ആസ് ഫീൽഡ്സ്. ഒരു റിലേഷനിലുള്ള കോളംസിനെയാണ് നമ്മൾ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്, വിച്ച് ആർ ഓൾസോ റെഫേർഡ് ടു ആസ് ഫീൽഡ്സ്. ഇനി അടുത്തത് ടപ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈച്ച് റോ ഓഫ് ഡാറ്റ ഇൻ എ റിലേഷൻ. ഒരു റിലേഷനിലുള്ള റോ ഓഫ് ഡാറ്റയാണ്, റോസിനെയാണ് എന്ത് പറയുന്നത്? ടപ്പിൾ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഡൊമൈൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് വാല്യൂസ് ഫ്രം വിച്ച് ആൻ ആട്രിബ്യൂട്ട് ക്യാൻ ടേക്ക് എ വാല്യൂ ഇൻ ഈച്ച് റോ. ഓരോ ആട്രിബ്യൂട്ട്സിനും ടേക്ക് ചെയ്യാൻ പറ്റുന്ന വാല്യൂസിനെയാണ് ഡൊമൈൻ എന്ന് പറയുന്നത്. ഇപ്പം യൂഷ്വലി എ ഡാറ്റ ടൈപ്പ് ഈസ് യൂസ്ഡ് ടു സ്പെസിഫൈ ഡൊമൈൻ ഫോർ എൻ ആട്രിബ്യൂട്ട്. ഡാറ്റ ടൈപ്പാണ് യൂഷ്വലി യൂസ് ചെയ്യുന്ന, ഡൊമൈൻ ഏതാണെന്ന് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഡാറ്റ ടൈപ്പാണ്. ഫോർ എക്സാമ്പിൾ, ഇൻ സ്റ്റുഡൻറ്റ് റിലേഷൻ ദ ആട്രിബ്യൂട്ട് റോൾ നമ്പർ ടേക്സ് ഇൻറ്റിജർ വാല്യൂസ് ആൻഡ് ഹൻസ് ഇറ്റ്സ് ഡൊമൈൻ ഈസ് എ സെറ്റ് ഓഫ് ഇൻറ്റിജർ വാല്യൂസ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ഒരു ടാബിളിൽ ആട്രിബ്യൂട്ട് റോൾ നമ്പർ എന്ന് പറയുന്ന ഒരു കോളം ഉണ്ട്. ഇപ്പോൾ റോൾ നമ്പറിൽ ഒരിക്കലും ക്യാരക്ടർ വാല്യൂ വരില്ല. 1 2 3 അങ്ങനെ ഇൻറ്റിജർ വാല്യൂസാണ് ഉണ്ടാവുക. അപ്പം അതാണ് റോൾ നമ്പറിൽ ടേക്ക് ചെയ്യാൻ പറ്റുന്ന വാല്യൂസ് എന്താണ്? ഇൻറ്റിജർ വാല്യൂസാണ്. അപ്പം അവിടെ എന്താണ് ഡൊമൈൻ എന്ന് പറയുമ്പം അവിടെ സെറ്റ് ഓഫ് ഇൻറ്റിജർ വാല്യൂസ് ആയിരിക്കും. അതാണ് ഡൊമൈൻ എന്ന് പറയുന്നത്. ഒരു കോളത്തിന് ടേക്ക് ചെയ്യാൻ പറ്റുന്ന വാല്യൂസ്. ഇപ്പം ജെൻഡർ കൊടുക്കുകയാണെങ്കിൽ
ജെൻഡറിൻ്റെ വാല്യൂസ് എപ്പോഴും എന്തായിരിക്കും, മെയിൽ ഓർ ഫീമെയിൽ. അപ്പം ഈ രണ്ട് വാല്യൂസേ ഈ ഒരു കോളത്തിന്, ജെൻഡർ എന്ന് പറയുന്ന കോളത്തിന് ടേക്ക് ചെയ്യാൻ പറ്റും. അതിനെയാണ് ഡൊമൈൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഡിഗ്രി. എന്താണ് ഡിഗ്രി? ദ നമ്പർ ഓഫ് ആട്രിബ്യൂട്ട്സ് ഇൻ എ റിലേഷൻ. ഒരു റിലേഷനിലുള്ള നമ്പർ ഓഫ് ആട്രിബ്യൂട്ട്സിനെയാണ് ഡിഗ്രി എന്ന് പറയുന്നത്. ജസ്റ്റ് ഒരു ആട്രിബ്യൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോളം, ഒരു റിലേഷനിലുള്ള കോളത്തിനെയാണ് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. ആ നമ്പർ ഓഫ് ആട്രിബ്യൂട്ടിനെയാണ് എന്ത് പറയുന്നത്, ഡിഗ്രി എന്ന് പറയുന്നത്. അടുത്തത് കാർഡിനാലിറ്റി. എന്താണ് കാർഡിനാലിറ്റി? ദ നമ്പർ ഓഫ് ടപ്പിൾസ് ഇൻ എ റിലേഷൻ. ഒരു റിലേഷനിലുള്ള നമ്പർ ഓഫ് ടപ്പിൾസിനെയാണ് എന്ത് പറയുന്നത്, കാർഡിനാലിറ്റി. ടപ്പിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, റോസ്. അപ്പം ഒരു റിലേഷനിലുള്ള നമ്പർ ഓഫ് റോസിനെയാണ് കാർഡിനാലിറ്റി എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ആട്രിബ്യൂട്ട്, കോളം, ഡിഗ്രി. അപ്പം ഇത് ഓർമ്മിച്ച് വെക്കാം. എ ബി സി ഡി എന്നുള്ള ബി ഒഴിവാക്കിയിട്ടുള്ളതാണ് എ സി ഡി. ആട്രിബ്യൂട്ട്, എ എന്ന് പറയുന്നത് ആട്രിബ്യൂട്ട്. ആട്രിബ്യൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, കോളംസ് ആണ്, ഒരു റിലേഷനിലുള്ള കോളംസ് ആണ്. അതാണ് ഈ സി. സോറി. അപ്പം എ എന്ന് പറയുന്നത് ആട്രിബ്യൂട്ട്സ്, ഇവിടെ എ എന്ന് പറയുന്നത് ആട്രിബ്യൂട്ട്സ്, സി എന്ന് പറയുന്നത് കോളംസ്, ഡി എന്ന് പറയുന്നത് ഡിഗ്രി. അപ്പം എ എന്ന് ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കോളംസ് ആണ്. ഈ നമ്പർ ഓഫ് കോളംസ് ആണ് എന്ത്, ഡിഗ്രി. അപ്പം എ സി ഡി ഇത് വെച്ചിട്ട് അത് ഓർമ്മിക്കാമല്ലോ. എ എന്ന് പറയുന്നത് ആട്രിബ്യൂട്ടാണ്, ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ കോളമാണ്. പിന്നെ ഡി എന്ന് പറയുന്നത് ഡിഗ്രി, ഡിഗ്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ ഓഫ് ആട്രിബ്യൂട്ട്സ് ആണ്. ഇനി അടുത്തത് ടി സി. ടി സി എല്ലാവർക്കും ഓർമ്മിച്ച് വെക്കാൻ പറ്റുമല്ലോ, ടി സി കേൾക്കുന്നതാണല്ലോ. ടി എന്താണ് ഇവിടെ, ടപ്പിൾ. അപ്പം ടപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോ ആണ്. റോ എന്നുള്ളത് ഓർമ്മിച്ച് വെക്കുക. ടി എന്ന് പറയുമ്പോൾ ടപ്പിൾ റോ ആണ്. ഇനി കാർഡിനാലിറ്റി, ഈ സി എന്ന് പറയുന്നത് എന്താണ്, കാർഡിനാലിറ്റി എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് ടപ്പിൾസ് ആണ് കാർഡിനാലിറ്റി. ഇത് ഓർമ്മിച്ച് വെക്കുക. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ ഞാനൊരു സ്റ്റുഡൻറ്റ് എന്ന് പറയുന്നൊരു റിലേഷൻ കൊടുത്തിട്ടുണ്ട്. സ്റ്റുഡൻറ്റ് എന്ന് പറയുന്നൊരു റിലേഷനാണിത്. ഇതിലുള്ള ആട്രിബ്യൂട്ട്സ് ഏതൊക്കെയാണ്, റോൾ നമ്പർ, എസ് നെയിം, എസ് ജെൻഡർ, എസ് ഡേറ്റ് ഓഫ് ബർത്ത്, ഗൈഡ്. ഇവയൊക്കെയാണ് ആട്രിബ്യൂട്ട്സ്. ഇനി ടപ്പിൾസ് ഏതൊക്കെയാണ്, 1 2 3 4 5 6, ഇങ്ങനെ 6 ടപ്പിൾസാണുള്ളത്. ഇനി ഇവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഡിഗ്രിയും കാർഡിനാലിറ്റിയും. ഇവിടെ ഡിഗ്രി എത്രയാണ്, ഡിഗ്രി എന്ന് വെച്ചാൽ എന്താണ്, നമ്പർ ഓഫ് ആട്രിബ്യൂട്ട്സ്. അപ്പോൾ ഇവിടെ ഡിഗ്രി എത്രയാണ്, 5 ആണ്. ആണല്ലോ, ഡിഗ്രി ഇവിടെ 5 ആണ്. ഇനി കാർഡിനാലിറ്റി എത്രയാണ്, 6 ആണ്. നമ്പർ ഓഫ് ടപ്പിൾസ് ആണ് കാർഡിനാലിറ്റി. അപ്പോൾ കാർഡിനാലിറ്റി ഇവിടെ എത്രയാണ്, 6 ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണല്ലോ. ശരി എന്നാൽ, താങ്ക് യു.